ഹലോ നമസ്കാരം. അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്നത് നാളത്തെ ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ സ്റ്റോറിയാണ്. അപ്പോൾ സ്റ്റോറി എല്ലാവരും മുഴുവനായിട്ട് കേൾക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായിട്ടില്ല എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. മഴതോരും മുമ്പേ എന്ന് പറഞ്ഞ സീരിയലിൻ്റെ സ്റ്റോറി ആണെങ്കിലും അതിൻ്റെ ഒരു അപ്കമിങ് സ്റ്റോറിയാണ് പറയാനായിട്ട് പോകുന്നത്, അതായത് നാളത്തെ എപ്പിസോഡിൻ്റെ സ്റ്റോറി. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക. അങ്ങനെ രേവതിക്കുട്ടിയെ വിളിച്ച് ഉണ്ടായ കാര്യങ്ങളൊക്കെ അലീന അറിയിക്കുന്നുണ്ട്. വീട്ടിൽ വന്ന് കയറിയതിന് ശേഷം ഉണ്ടായ കാര്യങ്ങളൊക്കെ അറിയിക്കുകയാണ്. രോഹിത്തിനെ കണ്ടു എന്ന് ചോദിക്കുമ്പോൾ കണ്ടു, അവൻ എന്നോട് ഇപ്പോഴും ദേഷ്യമുള്ളത് പോലെയാണ്, ചെയ്ത പ്രവൃത്തിയിൽ ഒരു കുറ്റബോധമൊന്നും ഉള്ളതായിട്ടല്ല ഫീൽ ചെയ്യുന്നത്. ചേച്ചി അവിടെ നിൽക്കണ്ട, എന്നാൽ ഇങ്ങോട്ടേക്ക് പോര് എന്ന് പറയുമ്പോൾ നോക്കട്ടെ മോളെ, ഒരാഴ്ച ഞാൻ നോക്കും, അതിനുള്ളിൽ എന്തെങ്കിലും മാറ്റം അവനിൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പോരാൻ തന്നെയാണ് തീരുമാനം എന്ന് പറയണം അലീന. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, ഇത്രയൊക്കെ ചെയ്തിട്ടും ആ ദ്രോഹിത്തിന് ഒരു കുഴപ്പമില്ല. രോഹിത് എന്ന പേര് ദ്രോഹിത് എന്നൊക്കെ ആക്കുന്നുണ്ട് കേട്ടോ രേവതിക്കുട്ടി. ദ്രോഹിത്തിന് ഒരു മാറ്റവും ഇല്ല എന്ന് പറയുമ്പോൾ എന്തൊരു കഷ്ടമാണ് എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, എൻ്റെ അനുജനാണെന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് മോളെ ഞാൻ ക്ഷമിച്ചത്. പക്ഷേ ഇനിയും അവൻ മാറിയിട്ടില്ലെങ്കിൽ ഇത് ഞാൻ കൊടുക്കില്ല, ആ കൺസിഡറേഷൻ ഞാൻ കൊടുക്കില്ല എന്ന് തന്നെ അലീന പറയാണ്. രേവതിക്കുട്ടിയോട് മോള് വെച്ചോ, എനിക്ക് ആകെ വിഷമം വരുന്നു, ഇങ്ങനെയൊക്കെ ഓർക്കും തോറും എനിക്ക് വിഷമം വരികയാണ്, മോള് വെച്ചോ, ഞാൻ പിന്നീട് വിളിക്കാം എന്ന് പറഞ്ഞ് അലീന ഫോൺ വെക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് മുത്തശ്ശിയുടെ അടുത്തേക്ക് തന്നെ ചെല്ലുകയാണ്. അപ്പോൾ ഫോൺ വിളിച്ചു കഴിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ വിളിച്ചു, എന്നിട്ട് രേവതിക്കുട്ടിയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. എന്താണ് അവൾ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടി അവൾ പറഞ്ഞിരുന്നു വീട്ടിലെത്തിക്കഴിഞ്ഞാൽ വിളിക്കണമെന്ന്, അതാണ് ഞാൻ വിളിച്ചത് മുത്തശ്ശി. പിന്നെ എൻ്റെ മൊബൈൽ ഫോൺ കാണാനില്ല എന്ന് പറയണം. നിൻ്റെ മൊബൈൽ ഫോൺ കാണാനില്ലെന്നോ? അത് ആരെടുത്തു? അതെടുത്തവരാരാന്നൊന്നും എനിക്കറിയത്തില്ല, എന്നാലും എനിക്കൊരു ഊഹമൊക്കെ ഉണ്ട് ആരായിരിക്കും എടുത്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ മോൾ ഇവിടെ ഇരുന്നേ, ഞാൻ ചോദിക്കട്ടെ എന്താണ് റിയലി അന്ന് സംഭവിച്ചത് എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ അലീന ഒന്ന് പകച്ചു പോകുന്നുണ്ട് കേട്ടോ. മുത്തശ്ശി എന്താ അങ്ങനെ ചോദിച്ചത്? അല്ല എന്താണ് സംഭവിച്ചതെന്ന് മോളൊന്ന് പറഞ്ഞു, എനിക്കത് അറിയാഞ്ഞിട്ടേ ഭയങ്കര ഒരു വിമ്മിഷ്ടം. ശരിക്കും നിൻ്റെ കയ്യിൽ നിന്ന് അബദ്ധം സംഭവിച്ചത് തന്നെയാണോ കൊച്ചേ? നീ എന്തിനാണ് അങ്ങനെ കസേരയൊക്കെ ഇട്ട് കയറിയത്? എനിക്ക് തോന്നുന്നത് അത് സത്യമല്ല എന്നാണ്, നീ കള്ളം പറഞ്ഞതാണ്, നീ ആരെയാണ് രക്ഷിക്കാൻ നോക്കുന്നത്? നിന്നെ കാണാൻ ആരെങ്കിലും വന്നിരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ്. അതെന്താ മുത്തശ്ശി അങ്ങനെ ചോദിച്ചത്? അല്ല വൈജി ഇവിടെ അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, നിന്നെ കാണാൻ ആരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്, അവരുമായിട്ട് നിനക്ക് മൽപ്പിടുത്തുണ്ടാവുകയും നിൻ്റെ കാമുകൻ വന്നു, അങ്ങനെ എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞത് എന്നൊക്കെ പറയണം. മാഡം അങ്ങനെയൊക്കെ പറഞ്ഞു, അങ്ങനെയൊക്കെ കടന്ന് ചിന്തിച്ചു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മാഡം ഇവിടെ ഇന്ന് നിൽക്കത്തില്ലല്ലോ എന്ന് അലീന പറയുമ്പോൾ എന്നാൽ മോള് പറ എന്താ സംഭവിച്ചത് നിനക്ക് എന്ന് ചോദിക്കുകയാണ് മുത്തശ്ശി. അന്നേരം അലീന, ഞാൻ പറയണോ മുത്തശ്ശി? പറഞ്ഞു കഴിഞ്ഞാൽ മുത്തശ്ശിക്ക് വിഷമമാകും എന്ന് പറയുമ്പോൾ എന്നാലും സാരമില്ല, നിനക്ക് എന്താ സംഭവിച്ചതെന്ന് എനിക്കെങ്കിലും അറിയണ്ടേ. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാനത് മനുവേട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മനുവിൻ്റെ അടുത്ത് നീ പറഞ്ഞോ? ആ പറഞ്ഞു, എനിക്ക് പറയാതെ വേറെ വഴിയുണ്ടായിരുന്നില്ല. മനുവേട്ടന് ഞാൻ പറഞ്ഞത് കള്ളമാണ് ആദ്യം തന്നെ മനസ്സിലായി. മനുവേട്ടൻ എന്നോട് വന്ന് ചോദിച്ചു, എൻ്റെ മുഖത്ത് നോക്കി കള്ളം പറയേണ്ട, സത്യം മാത്രമേ പറയാവൂ എന്ന് പറഞ്ഞ് എന്നെക്കൊണ്ട് സത്യം പറയിപ്പിച്ചു എന്ന് പറയണം. എന്നിട്ട് എന്താണ് സംഭവിച്ചതെന്നാൽ എന്നോട് പറ മോള് പറ, എനിക്കത് അറിയാതെ ഒരു സമാധാനം കിട്ടത്തില്ല എന്ന് പറയണം. അപ്പോൾ അലീന പറയുന്നുണ്ട്, മുത്തശ്ശി അന്ന് ഉറങ്ങാൻ കിടന്നില്ലേ, ആ സമയത്ത് ഞാൻ എൻ്റെ ജോലികളൊക്കെ തീർത്ത് റൂമിലേക്ക് വരുന്ന സമയത്താണ് രോഹിത്ത് വന്നത് എന്ന് പറയണം. രോഹിത്ത് വന്നു, അപ്പോൾ അവൻ കോളേജിൽ പോയതായിരുന്നില്ലേ? കോളേജിൽ പോയതായിരുന്നു, പക്ഷെ തിരിച്ചു വന്നു മുത്തശ്ശി. എന്നിട്ട് നേരെ റൂമിലേക്ക് കയറിപ്പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ റൂമിലേക്ക് വിളിച്ചിട്ട് കുറച്ച് ഡ്രസ്സ് അലക്കാനുണ്ടെന്ന് പറഞ്ഞു. ഞാനത് അലക്കാനായിട്ട് എടുത്ത് കൊണ്ടുപോവുകയും ചെയ്തു. അന്നേരം ലൈം ജ്യൂസ് വേണമെന്നും പറഞ്ഞു. അങ്ങനെ ലൈം ജ്യൂസ് ഉണ്ടാക്കി കൊണ്ടുപോകാൻ നേരത്താണ് രേവതിക്കുട്ടി എന്നെ വിളിച്ചത്. അപ്പോൾ രോഹിത് വന്നിട്ടുണ്ട്, അവന് ലൈം ജ്യൂസ് കൊണ്ടുപോയി കൊടുക്കാൻ പോവുകയാണെന്ന് ഞാൻ പറയുകയും ചെയ്തു. അപ്പോഴേ രേവതിക്കുട്ടി എന്നോട് പറഞ്ഞു, ചേച്ചി ശ്രദ്ധിക്കണേ, റൂമിലേക്ക് കൊണ്ടുപോകണ്ട എന്ന് പറഞ്ഞപ്പോൾ കുഴപ്പമില്ല മോളെ എന്ന് ഞാൻ പറഞ്ഞു കൊണ്ടുപോയി കൊടുത്തതാണ്. ഞാൻ അത് കൊടുത്തു. തിരിച്ച് പോരുമ്പോൾ തന്നെ ഒരു ശബ്ദം കേട്ട് എന്നെ ഭയങ്കര ദേഷ്യത്തിൽ അലീന എന്ന് വിളിച്ചു മുത്തശ്ശി. ഞാൻ അങ്ങോട്ടേക്ക് ചെന്നപ്പോൾ ലൈം ജ്യൂസൊക്കെ താഴെ തുപ്പി കളഞ്ഞേക്കുന്നു, അതിന് ഭയങ്കര കയ്പ്പാണ് എന്നും പറഞ്ഞ് എന്നെക്കൊണ്ട് കുടിപ്പിച്ചു. ദേഷ്യപ്പെട്ട് എന്നെക്കൊണ്ട് കുടിപ്പിച്ചു. എനിക്ക് അറിയില്ലായിരുന്നു മുത്തശ്ശി അതിൽ മയക്കുമരുന്ന് കലർത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. എൻ്റെ പൊന്നു മോളെ, നീ എന്തായി പറയുന്നത്? അതിൽ മയക്കുമരുന്ന് കലർത്തിയിട്ടുണ്ടായിരുന്നോ? ആര്? അവർ തന്നെ മുത്തശ്ശി. അവരോ? ആര് എന്ന് ചോദിക്കുകയാണ്. മുത്തശ്ശി എനിക്ക് അറിയില്ലായിരുന്നു, ആ റൂമിൽ ഹരി കൂടി ഉണ്ടായിരുന്നു, ഹരിശങ്കർ കൂടി ഉണ്ടായിരുന്നു. ഹരിയോ? ഹരി എങ്ങനെ അകത്ത് കയറി? എനിക്കറിയില്ല, അവർ പ്ലാൻ ചെയ്തതാണ്. ഞാൻ എങ്ങാനും അലക്കാൻ പോയ ആ സമയത്ത് അവനെ രോഹിത്ത് വിളിച്ച് റൂമിൽ കയറ്റിയതായിരിക്കും, ഞാൻ കണ്ടില്ലായിരുന്നു. പിന്നീടാണ് അവർ പറഞ്ഞത് ആ ലൈം ജ്യൂസിൽ മയക്കുമരുന്ന് കലർത്തിയിട്ട് എന്നെക്കൊണ്ട് കുടിപ്പിച്ചതാണ്, എന്നെ ഉപദ്രവിക്കാനായിരുന്നു അവരുടെ പ്ലാൻ എന്ന് പറയണം, എന്നെ റേപ്പ് ചെയ്യാനായിരുന്നു എന്ന് തന്നെ അലീന പറയാട്ടോ. അത് കേട്ടതും ഭയങ്കര ഷോക്കായിട്ട് നിൽക്കുകയാണ് മുത്തശ്ശിക്ക് ഭയങ്കര സങ്കടവും കരച്ചിലാണ്. എന്നാലും എൻ്റെ കൊച്ചിയെ, നിന്നോട് അവരിങ്ങനെയൊക്കെ ചെയ്തല്ലോ, ഇങ്ങനെയൊക്കെ പെരുമാറിയല്ലോ, എങ്ങനെ നീ ഇതൊക്കെ സഹിക്കുന്നു എന്ന് ചോദിക്കുകയാണ് എൻ്റെ മുത്തശ്ശി.
എനിക്ക് വേറെ ഒരു വഴിയും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് എന്താ സംഭവിച്ചത്? നീ എന്തിനാ വയറ്റിലെടുത്ത് കുത്തിയത്? അവരാരെങ്കിലും ആണോ നിന്നെ വയറ്റിലോട്ട് കത്രിക കുത്തി കയറ്റിയെന്ന് ചോദിക്കുമ്പോൾ, അല്ല മുത്തശ്ശി, വയറ്റിൽ കത്രിക കുത്തിയത് ഞാൻ തന്നെയാണ്. അതെന്തിനാ കൊച്ചി നീ അങ്ങനെ ചെയ്തത്? എനിക്ക് വേറെ വഴിയില്ലായിരുന്നു മുത്തശ്ശി. കുറച്ച് കഴിയുന്തോറും എനിക്ക് കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെയും അതുപോലെ തല കറങ്ങുന്നത് പോലെയൊക്കെ തോന്നി തുടങ്ങി. അവർ തന്നെ പറഞ്ഞു അത് മയക്കുമരുന്നാണ്. ഞാൻ മയങ്ങി വീഴും, എൻ്റെ ശരീരം മൊത്തം തളർന്നു പോകും, പക്ഷേ എൻ്റെ ബോധം പോവത്തില്ല. അവരെന്നെ എന്ത് ചെയ്താലും അത് എനിക്ക് അറിയാൻ പറ്റും, പക്ഷേ എനിക്ക് എതിർക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്കുള്ള എത്തുന്ന ഒരു മരുന്നായിരുന്നു എനിക്ക് തന്നത്. അപ്പോൾ അത് ഒരിക്കലും അനുവദിച്ച് കൊടുക്കാൻ പറ്റത്തില്ല മുത്തശ്ശി. അവർ ചെയ്യുന്നത് ഏറ്റവും വലിയ തെറ്റായിരുന്നു. രോഹിത്തിനെ ഒരിക്കലും അങ്ങനെ ഒരു തെറ്റിലേക്ക് നയിക്കാൻ ഞാൻ ആഗ്രഹിച്ചില്ല. എനിക്ക് എൻ്റെ മാനം രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ കത്രിക കൊണ്ട് എൻ്റെ വയറ്റിലേക്ക് തന്നെ ആഞ്ഞു കുത്തുകയാണ് ചെയ്തത്. അപ്പോൾ ആ റൂമിൽ വെച്ചാണ് മോളെ എല്ലാം സംഭവിച്ചത്. അതേ മുത്തശ്ശി, അവിടെ വെച്ചാണ്. പക്ഷേ നീ ഇവിടെ താഴെ സ്റ്റെയർ കേസിൻ്റെ താഴെയാണ് കിടന്നിരുന്നതെന്നാണല്ലോ ശർമ്മ ഡോക്ടർ പറഞ്ഞ്. അതെനിക്കറിയില്ല മുത്തശ്ശി. ചിലപ്പോൾ അവരുടെ റൂമിലേക്ക് അങ്ങനെ ഒരു കേസ് എന്തെങ്കിലുമൊക്കെ വന്നാൽ അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവരെന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടതായിരിക്കും. അപ്പോൾ ബ്ലഡിൻ്റെതൊക്കെ കറ തൂത്ത് കളഞ്ഞതായിരിക്കും എന്ന് പറയണം. ഇവിടെ കൃഷ്ണമോള് പറയണത് കേട്ടു. ആ റൂമിൽ എന്തോ ഒരു നെഗറ്റീവ് ഫീൽ ഉണ്ട്. അവിടെ നിന്ന് എന്തോ ഒരു മരുന്നിൻ്റെ ടാബ്ലറ്റിൻ്റെ കവറൊക്കെ കിട്ടിയെന്ന് കൃഷ്ണമോള് പറയുന്നത് കേട്ടു എന്ന് മുത്തശ്ശി പറയാട്ടോ. അതുതന്നെയാണ് മുത്തശ്ശി, അങ്ങനെയാണ് അന്ന് സംഭവിച്ചത് എന്ന് പറയുന്നത്. എല്ലാം കേട്ടിട്ട് ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് എന്താ മോളെ നീ പോലീസിനോട് കള്ളം പറഞ്ഞത്? നിനക്ക് സത്യം പറഞ്ഞുകൂടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക മുത്തശ്ശി? അവരുടെ 2 പേരുടെ ലൈഫ് പോകും. അവരുടെ 2 പേരുടെ ലൈഫ് പോകുന്നത് മാത്രമല്ല, പോലീസ് കേസ് എല്ലാം കൊണ്ട് ബാലചന്ദ്രൻ സാറും മാഡവും അതുപോലെ ശിവേട്ടനും മനുവേട്ടനും എല്ലാവരും, ശിവൻ സാറും മനുവേട്ടനും ഒക്കെ ഈ കോടതിയും പോലീസും കയറി ഇറങ്ങേണ്ടി വരും. പിന്നെ ബാലചന്ദ്രൻ സാറിന് മര്യാദക്ക് കടയിൽ പോകാനോ നാട്ടിലേക്ക് ഇറങ്ങി നടക്കാനോ ഒന്നും പറ്റത്തില്ലല്ലോ. നാണക്കേടല്ലേ മുത്തശ്ശി? പിന്നെ അതുമാത്രമല്ല, മാഡത്തിനാണെങ്കിൽ തല കുനിച്ചല്ലാണ്ട് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുമോ? ജോലിക്ക് പോകാനുള്ളതല്ലേ. പിന്നെ ആ മക്കളുടെ കാര്യം ആലോചിച്ച് നോക്കി. ബബിതയുടെയും കൃഷ്ണയുടെയും മര്യാദക്ക് അവർക്ക് കോളേജിൽ പോയി പഠിക്കാൻ പറ്റുമോ? അവരെ സമൂഹം, കൂട്ടുകാരും നാട്ടുകാരും ഒക്കെ എങ്ങനെയാണ് കാണുക? അപ്പോൾ ഞാൻ അതൊക്കെ ആലോചിച്ചു മുത്തശ്ശി. പിന്നെ മനുവേട്ടനാണെങ്കിലും നാണക്കേടല്ലേ, സ്വന്തം അനുജനാണ് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തേക്കുന്നത്. അപ്പോൾ അത്രയൊക്കെ ഞാൻ ആലോചിച്ചത് കൊണ്ടാണ് ഞാൻ അവരെ പോലീസിന് ഒറ്റ കൊടുക്കാഞ്ഞത് എന്ന് പറയണം. അപ്പോൾ എൻ്റെ ഫോൺ അവർ തന്നെയായിരിക്കും മുത്തശ്ശി എടുത്ത് കൊണ്ടുപോയി കളഞ്ഞിട്ടുണ്ടാവുക എന്ന് പറയണം. എന്നാലും എൻ്റെ മോളെ, നിന്നെക്കൊണ്ടല്ലാതെ വേറെ ആർക്കും ഇങ്ങനെയൊന്നും സഹിക്കാനും ഇങ്ങനെ ക്ഷമിക്കാനും പറ്റത്തില്ല എന്ന് പറയണം. നിനക്കതൊന്നും നോക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ. നീ ഇവിടെ ജോലിക്ക് നിൽക്കുന്നതല്ലേ, നിൻ്റെ ആരുമല്ലല്ലോ അവർ എന്ന് പറയുമ്പോൾ, എൻ്റെ എല്ലാമാണ് മുത്തശ്ശി. എൻ്റെ അമ്മയാണ്, എൻ്റെ അച്ഛനാണ്, എൻ്റെ അനുജത്തിമാരാണ്, എൻ്റെ അനുജനാണ്, എൻ്റെ മുത്തശ്ശിയാണ് എന്നൊക്കെ പറയട്ടോ. നീ എന്താ മോളെ പറയുന്നത്? നിൻ്റെ അമ്മയും അച്ഛനുമാണെന്നോ? അതേ മുത്തശ്ശി, ഞാൻ അങ്ങനെയാണ് കാണുന്നത്. എൻ്റെ സ്വന്തം അമ്മയും അച്ഛനുമായിട്ടാണ് കാണുന്നത്. എൻ്റെ അനുജത്തിമാരും എൻ്റെ അനുജനുമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് എനിക്ക് അവർ നന്നായിരിക്കാനാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത്. പിന്നെ അതുമാത്രമല്ല, രോഹിത്ത് കുറച്ച് പേടിയും ഒക്കെ ഉള്ള കൂട്ടത്തിൽ തന്നെയാണ് മുത്തശ്ശി. പക്ഷേ രോഹിത്തിന് ഒരുപാട് ധൈര്യം ഇങ്ങനത്തെ കാര്യങ്ങളിൽ കൊടുത്തിട്ട് അവനെ എല്ലാ കുഴപ്പങ്ങളിലും കൊണ്ടു ചെന്ന് ചാടിക്കുന്നത് ഹരിയാണ് എന്ന് പറയണം. അത് നീ പറഞ്ഞത് ശരിയാണ്. ഹരിയാണ് എല്ലാത്തിനും അവനെ കൂട്ടിക്കൊണ്ടുപോയിട്ട് വെടക്കാക്കുന്നത് എന്ന് പറയണം മുത്തശ്ശി. എന്നാലും എൻ്റെ മോളെ, നീ ഒരുപാട് സഹിച്ചല്ലോ എൻ്റെ കൊച്ച് എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി ഇങ്ങനെ കരയണം. സാരമല്ല മുത്തശ്ശി, അതൊക്കെ കഴിഞ്ഞില്ലേ, ഇപ്പം ഒരു കുഴപ്പമില്ലാതെ ഞാൻ വന്നില്ലേ എന്ന് പറയുമ്പോൾ, എന്നാലും മോളെ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ, നീ അവിടെ കിടന്ന് മരിച്ചു പോയിരുന്നെങ്കിലോ, ആരുണ്ട് ചോദിക്കാനും പറയാനും, ആരുണ്ട് നിനക്ക് വേണ്ടി നിൽക്കാനും എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഇപ്പം അതൊന്നും സംഭവിച്ചില്ലല്ലോ, ശർമ്മ ഡോക്ടർ വന്നതുകൊണ്ട് നീ രക്ഷപ്പെട്ടതാണ് മോളെ എന്ന് പറയുമ്പോൾ, ശർമ്മ ഡോക്ടർ എന്നോട് പറഞ്ഞു റിങ്കു ആണ് വന്ന് രക്ഷപ്പെടുത്തിയത്, ഇനി ഞങ്ങളെ ഒരിക്കലും പിരിക്കില്ല എന്നൊക്കെ പറഞ്ഞു എന്ന് പറയാണ് അലീന കേട്ടോ. അത് കേട്ടപ്പോൾ മുത്തശ്ശിക്ക് സന്തോഷമാവുന്നുണ്ട്. ഡോക്ടർ അങ്ങനെ ഇവളോട് എപ്പോഴും വഴക്കുണ്ടാക്കാറായിരുന്നല്ലോ. അങ്ങനെ സംസാരിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ എല്ലാവരും വന്നതിനൊക്കെ ശേഷം അലീന രാത്രിയിൽ ഇങ്ങനെ രോഹിത്തിനെ ഫോൺ ചെയ്യാം കേട്ടോ. രോഹിത്തിനെ ഫോൺ ചെയ്തിട്ട് ഒരു അറിയാത്ത നമ്പറിൽ നിന്നാണ് ഫോൺ വരുന്നത്. അപ്പോൾ രോഹിത് ഫോൺ എടുക്കുന്നുണ്ട്. അപ്പോൾ ഹലോ, ഇത് ഞാൻ അലീനയാണെന്ന് പറയാട്ടോ. അലീന നീയാണോ? നീ എന്തിനാണ് എന്നെ വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ട് രോഹിത് ഫോൺ കട്ട് ചെയ്യാണ്. അങ്ങനെ ഫോൺ കട്ട് ചെയ്തതിന് ശേഷം അലീന വീണ്ടും വിളിക്കുന്നുണ്ട്. വീണ്ടും വിളിക്കുമ്പോൾ നീ എന്തിനാണ് എന്നെ വിളിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് വീണ്ടും സംസാരിക്കാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട് രോഹിത് ഫോൺ കട്ട് ചെയ്യരുത്, ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിൻ്റെ അച്ഛനെയും കൂട്ടിയിട്ട് ഇപ്പോൾ നേരെ നിൻ്റെ റൂമിലേക്ക് വരും എന്ന് പറയുമ്പോൾ, എന്നാൽ നീ വാടി, അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ റൂമിലേക്ക് വാടി എന്ന് പറയാണ് രോഹിത്. എനിക്ക് നല്ല ധൈര്യമുണ്ട്, ഞാൻ വരുമെന്ന് പറഞ്ഞാൽ വന്നിരിക്കും, അതറിയണോ രോഹിത്തിന് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രോഹിത് ഒന്ന് പേടിച്ചു പോകുന്നുണ്ട്. കാരണം അച്ഛനെയും കൂട്ടിയിട്ട് റൂമിലേക്ക് വന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവനവിടെ നിൽക്കാൻ പറ്റത്തില്ലല്ലോ.
അപ്പോൾ പറയുന്നുണ്ട്, എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്നോട് ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ ക്ഷമിച്ചതും പോലീസിനോട് നിന്നെ കൊടുക്കാൻ, നിന്നെ പറഞ്ഞു കൊടുക്കാഞ്ഞതും നിന്നെ പേടിച്ചിട്ടോ നിങ്ങളെ രണ്ടുപേരെയും പേടിച്ചിട്ടോ ഒന്നുമല്ല, എനിക്കിവിടെ നിൽക്കണമെന്ന് വിചാരിച്ചിട്ടും അല്ല എന്ന് തന്നെ പറയണം. പിന്നെ വേറെ എന്തിനാടി നീ പറയാതിരുന്നത്, നിനക്ക് എന്താ പറഞ്ഞാലും എന്നൊക്കെ ചോദിച്ച് വെറുതെ ദേഷ്യത്തിൽ ഇങ്ങനെ സംസാരിക്കണം. ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലേ നീയല്ല കൂടുതൽ നാണം കെടാൻ പോകുന്നത്, നിൻ്റെ അച്ഛനും അമ്മയും നിൻ്റെ അനുജത്തിമാരുമാണ്. ഞാൻ അവരെ കുറിച്ച് ഓർത്തിട്ടാണ് നിങ്ങളെ പറഞ്ഞു കൊടുക്കാതിരുന്നത് എന്ന് പറയട്ടോ. നിനക്ക് ഇവിടെ നിന്ന് പോവേണ്ടി വരും, അതല്ലേ നീ അവിടെ പറഞ്ഞു കൊടുക്കാൻ ഞാൻ ചോദിക്കുമ്പോൾ, എനിക്ക് ഇവിടെ നിന്ന് പോയാലും വേറെ ജോലി നല്ലത് വേറെ സ്ഥലത്ത് കിട്ടും, ഇതിനേക്കാളും സുരക്ഷിതത്വത്തിൽ കിട്ടും. പക്ഷേ ഞാൻ ആലോചിച്ചത് നിൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കാര്യമാണ്, നിൻ്റെ അനുജത്തിമാരുടെ ഭാവിയാണ്. അവർക്ക് പിന്നെ നിന്നോട് മിണ്ടാൻ പോലും ഭയമായിരിക്കും. പിന്നെ നിനക്ക് ഈ വീട്ടിൽ നിൽക്കാൻ പറ്റും? നിൻ്റെ എല്ലാ കൊള്ളരുതായ്മക്കും കൂട്ടു നിൽക്കുന്ന നിൻ്റെ അമ്മ പോലും നിന്നെ വെറുത്ത് ഒരു പട്ടിയെ പോലെ ഇവിടെ നിന്ന് പായിപ്പിക്കുന്നത് കാണണോ നിനക്ക് എന്ന് ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാതാവുന്നുണ്ട്. പിന്നെ പോലീസിനോട് ഞാൻ അങ്ങനെ പറഞ്ഞത്, പോലീസിനോട് വേണമെങ്കിൽ എനിക്ക് ഏത് നിമിഷം വേണമെങ്കിലും എനിക്ക് പോയി പരാതി കൊടുക്കാം, നിൻ്റെ അച്ഛനോടും അമ്മയോടും എനിക്ക് ഏത് നിമിഷവും പോയി പറയാം എന്താണ് സംഭവിച്ചതെന്ന്. എന്നെ കൂടുതൽ നീ ഭരിക്കാൻ വന്നാലോ, എന്നോട് കൂടുതൽ ഉടക്കാൻ വന്നാലോ, ഇനി എന്തെങ്കിലും കൊള്ളരുതായ്മ എൻ്റെ അടുത്ത് കാണിക്കാൻ വന്നാലോ, നീ ഓർത്തോ രോഹിത്തെ, ഇക്കാര്യം ഞാൻ എല്ലാവരുടെ അടുത്തും പറയും. നിൻ്റെ അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും അനുജത്തിമാരുടെ അടുത്തും മാത്രമല്ല, ഞാൻ പോലീസിലും കംപ്ലൈൻറ്റ് ചെയ്യുമെന്ന് തന്നെ പറയണം. പിന്നെ നിൻ്റെ ജീവിതം എവിടെയായി തീരും, എങ്ങനെയായി തീരുന്നത് നീ ഓർത്ത് വെച്ചോ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പോഴും രോഹിത് ഒന്ന് പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നീ ആരെയാടി പേടിപ്പിക്കുന്നത് ചോദിക്കുമ്പോൾ, ഞാൻ രോഹിത്തിനെ തന്നെയാണ് പേടിപ്പിക്കുന്നത്, ഞാൻ പേടിപ്പിക്കല്ല, ഞാൻ വെറും വാക്ക് പറയല്ല, ഞാൻ നടക്കാൻ പോകുന്ന കാര്യമാണ് പറയുന്നത്. എനിക്ക് എൻ്റെ ഫോൺ കിട്ടണം, അത് എടുത്തു കൊണ്ടുപോയത് നിങ്ങളാണെന്ന് എനിക്കറിയാം, എനിക്ക് എൻ്റെ ഫോൺ തിരിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് ഒരു ഡെഡ് ലൈൻ കൊടുക്കുകയാണ്. ആ ദിവസത്തിനുള്ളിൽ എനിക്ക് എൻ്റെ ഫോൺ കിട്ടണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ രോഹിത് ആകെ പകച്ചു പോകണം, ആ ഫോണ് വെള്ളത്തിലേക്ക് എറിഞ്ഞ് കളഞ്ഞല്ലോ ഹരി. അങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ട് അലീന ഫോൺ വെക്കുന്നുണ്ട്. പിന്നീട് രോഹിത് ആകെ ഭ്രാന്ത് പിടിച്ചതുപോലെ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്, എന്താ ഇനിയിപ്പോൾ ചെയ്യാമെന്ന് ഓർത്തിട്ട്. അങ്ങനെ അതിനുശേഷം രോഹിത് ഹരിയെ വിളിക്കുന്നുണ്ട്. ഹരിയെ വിളിച്ചിട്ട്, എടാ ആകെ പ്രശ്നം, ഇവിടെ ആകെ കുഴപ്പമാണ്, അവളെ എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഉണ്ടായ സംഭവങ്ങളൊക്കെ പറയണം. ഇപ്പോൾ അവൾക്ക് അവളുടെ ഫോൺ വേണമെന്നാണ് പറയുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യും, ആ ഫോൺ നീ ആണെങ്കിൽ വെള്ളത്തിലേക്ക് എറിഞ്ഞ് കളയുകയും ചെയ്തു, അതൊന്നും വേണ്ടായിരുന്നു, ഇനിയിപ്പോൾ ആകെ കുഴപ്പമായല്ലോ എന്നൊക്കെ പറയുമ്പോൾ, നീ ഒന്ന് സമാധാനപ്പെടുക, അവൾ നിന്നെ ഏത് നമ്പറിൽ നിന്നാണ് വിളിച്ചത്, ആരുടെ ഫോണിൽ നിന്നാണ് വിളിച്ചത്, എനിക്കറിയില്ല, മുത്തശ്ശിക്ക് മനുവേട്ടനൊരു ഫോണൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിൽ നിന്നായിരിക്കും എന്നൊക്കെ പറയണം. അന്ന് നമ്മൾ ഇനിയിപ്പോൾ അവളെ പേടിച്ച് ഇവിടെ ജീവിക്കേണ്ടി വരുമല്ലോടാ എന്നൊക്കെ പറയുമ്പോൾ, നീ എന്തിനാ അവളെ പേടിക്കാൻ പോണത്, നിൻ്റെ വീടല്ലേ, എൻ്റെ വീടാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇപ്പോൾ അവൾക്ക് സപ്പോർട്ടായിട്ടാണ് എല്ലാവരും നിൽക്കുന്നത്. അപ്പോൾ ഈ കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ അമ്മയും ചിലപ്പോൾ അവൾക്ക് സപ്പോർട്ടായിരിക്കും, എന്നെ ഇവിടെ നിർത്തത്തില്ല എന്നൊക്കെ പറയണം. എന്തായാലും നീ ടെൻഷൻ ആവണ്ട, നമുക്ക് നാളെ കാണാം, നാളെ സംസാരിക്കാം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് മനു കടപ്പാട്ടൂർ വീട്ടിലേക്ക് വരുന്നതാണ്. മനു വീട്ടിലേക്ക് വന്നിട്ട് മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ അവിടെ അലീന ഉണ്ടായിരുന്നു. അങ്ങനെ മുത്തശ്ശിയോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ, അപ്പോൾ മുത്തശ്ശി എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ടെന്നുള്ളത് മനുവിന് മനസ്സിലാവുന്നു. മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്നാലും മോനെ ഈ പെങ്കൊച്ചിനോട് അവരിങ്ങനെയൊക്കെ ചെയ്തല്ലോ എന്ന് ചോദിക്കുമ്പോൾ മനു അലീനയെ നോക്കുകയാണ്. നീ അവളെ നോക്കണ്ട, അവളെ എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്ന് പറയുമ്പം, അത് വിട്ടേക്ക് മുത്തശ്ശി, അത് കഴിഞ്ഞു പോയില്ലേ, ഹരിക്കുള്ളത് ഞാൻ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് എന്ന് പറയണേ. എന്നാലും അവർക്ക് എന്തിൻ്റെ സൂക്കേടായിരുന്നു ഈ ചെറിയ പ്രായത്തിൽ ഇമ്മാതിരി തെമ്മാടിത്തരമൊക്കെ കാണിക്കാൻ, എത്ര വൃത്തികെട്ട കാര്യമാണ് അവർ കാണിച്ചു കൂട്ടുന്നത് എന്ന് പറയുമ്പോൾ, ശരിയാണ് മുത്തശ്ശി, ഹരിയാണ് എല്ലാത്തിനും കുഴപ്പം, ഹരിയാണ് ഇതിനൊക്കെ മുന്നിട്ട് നിൽക്കുന്നത് എന്ന് തന്നെ പറയുന്നുണ്ട് മനു കേട്ടോ. അതെ, അവനാണ് രോഹിത്തിനെ കൂടി എല്ലാ കുഴപ്പത്തിലും കൊണ്ട് ചെന്ന് ചാടിക്കുന്നത് അവനാണ്. എനിക്കറിയില്ല മുത്തശ്ശി ഹരിയെ എങ്ങനെ നന്നാക്കി എടുക്കണമെന്ന്, അമ്മ കൂടുതലും വഷളാക്കി വെച്ചേക്ക് ലാളിച്ചിട്ട്, എന്ത് ചെയ്താലും അവനെ ഒന്നും പറയത്തില്ല, അതുകൊണ്ടാണ് അവന് വീണ്ടും വീണ്ടും ഇങ്ങനെ ഓരോ കുഴപ്പങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാണ് മനു. ആദ്യം കൊടുക്കേണ്ടത് കമലയ്ക്ക് ഇട്ടിട്ടാണെന്ന് മുത്തശ്ശിയും പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും സാരമില്ല, ഞാൻ ആൻറ്റി അങ്കിളിനെയൊക്കെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് അലീനയോട് അവളുടെ സുഖവിവരങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. നീ ഇനി ഒരുപാട് ജോലിയൊന്നും ചെയ്യാൻ നിൽക്കണ്ട, ആൻറ്റി ഒരുപാട് ജോലി ചെയ്യിപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയണം. അവൾ ഒരുപാട് ജോലി ചെയ്യിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട്, പക്ഷേ ബാലൻ സമ്മതിക്കുന്നില്ല. അങ്ങനെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. എന്തായാലും ഞാനും ആൻറ്റിയോടൊന്ന് സംസാരിക്കുന്നുണ്ട് എന്ന് പറയണം. അങ്ങനെ അകത്തേക്ക് ചെല്ലുന്ന സമയത്താണ് രോഹിത് മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നത് കാണണം കേട്ടോ. അപ്പോൾ നേരെ മനു ചെല്ലുന്നത് രോഹിത്തിൻ്റെ മുന്നിലേക്ക്, രോഹിത് ഇറങ്ങി വരുന്നത് മനുവിൻ്റെ മുന്നിലേക്ക്. അപ്പോൾ നേരെ മനു അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. രോഹിത് അവിടെ നിന്ന് നിന്നേ എന്ന് പറയണം. എന്താ എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറയുമ്പോൾ, ഇപ്പോൾ കണ്ടല്ലോ ഇപ്പോൾ സംസാരിക്കാമല്ലോ എന്നിങ്ങനെ ഒരു നിസ്സാര മട്ടിൽ ഇങ്ങനെ പറയാം കേട്ടോ. ഇങ്ങനെയല്ല, എനിക്ക് നിന്നെ വിശദമായിട്ടൊന്ന് കാണണം എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് അവിടെ പത്രം വായിച്ചുകൊണ്ട് ബാലചന്ദ്രൻ സെറ്റിയിൽ ഇരിക്കുന്നുണ്ട്. നമ്മുടെ വൈജി ആണെങ്കിൽ ചായ കുടിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ.
അങ്ങനെ വിശദമായിട്ടൊന്ന് കാണണമെന്ന് പറയുമ്പോൾ അതിന് വല്ലാണ്ട് സംസാരിക്കാൻ നിൽക്കാതെ മനു പോകാൻ നിൽക്കുമ്പോൾ നീ എങ്ങോട്ടാണ് ധൃതി കാണിച്ച് പോണത്, ഞാൻ എന്തിനാണ് കാണണമെന്ന് പറഞ്ഞത് നിനക്ക് മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് പറയാണ് രോഹിത്. എന്നാൽ ഞാൻ മനസ്സിലാക്കി തരുന്നുണ്ട്, ഞാൻ നിന്നെ കാണുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട് എന്ന് പറഞ്ഞിട്ട് പറയാട്ടോ മനു. ആ സമയത്ത് രോഹിത് വളരെ ദേഷ്യപ്പെട്ട് കാണിക്കുന്ന രീതിയിൽ അങ്ങോട്ട് പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ ബാലചന്ദ്രന് എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പോൾ ബാലചന്ദ്രൻ അങ്ങനെ അവിടെ ഇരുന്ന് പത്രം വായിക്കാനല്ലോ. അപ്പം മനു തിരിഞ്ഞ് അപ്പോൾ ഇങ്ങനെ പോവുകയാണ് അവൻ. രോഹിത് പോവാണ്. പോയി കഴിഞ്ഞിട്ട് ആ ഡോറിൻ്റെ അവിടെ എത്തിയിട്ട് തിരിഞ്ഞ് മനുവിനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ആകെ പേടിച്ചിട്ടാണ്. പക്ഷെ ആ പേടി പുറത്തേക്ക് കാണിക്കുന്നില്ല കേട്ടോ. അതാണ് അവൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അവന് ഉള്ളിൽ നല്ല പേടിയുണ്ട്, പക്ഷെ ആ പേടി പുറത്തേക്ക് കാണിക്കാതെ ഇങ്ങനെ ദേഷ്യം കാണിക്കുകയാണ്. അങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട് രോഹിത് അവിടെ നിന്ന് പോവുകയാണ്. അപ്പം മനു ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ എന്താ മനു കാര്യം എന്ന് ചോദിക്കുകയാണ് വൈജ. അപ്പം ബാലചന്ദ്രൻ പത്രം വായിച്ച് അവിടെ ഇരിക്കുന്നുണ്ട്. ബാലചന്ദ്രനെ നോക്കിക്കൊണ്ട് വൈജയൻ്റെ അടുത്തേക്ക് ചെല്ലണേ. ഒന്നുമില്ല ആൻറ്റി, ഞാൻ അവനോട് ഇത്തിരി കാര്യങ്ങൾ സംസാരിക്കേണ്ട, അതാണ് എന്ന് പറയണേ. അപ്പോൾ നീ വല്ല ചായയും കുടിച്ചായിരുന്നോ? ഇല്ല ആൻറ്റി, അന്ന് അലീനെ വിളിച്ചിട്ട് ചായ എടുത്തുകൊണ്ട് വരാൻ പറയുന്നത്. അവളാണോ ആൻറ്റി ജോലി ചെയ്യുന്നത്? അവൾക്ക് റെസ്റ്റ് അല്ലേ പറഞ്ഞേക്കുന്നത്? അയ്യോ, അവളൊന്നും ചെയ്തിട്ടൊന്നുമില്ല. അവൾ എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചേക്കുന്നത് ഞാനാണ്. ചായയും പലഹാരവും ഒക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊന്ന് എടുത്തു കൊണ്ടുവരാനല്ലേ അവളോട് പറഞ്ഞുള്ളൂ എന്ന് പറയണേ. അപ്പോൾ പറയുന്നുണ്ട് 2 ആഴ്ച അവൾക്ക് കംപ്ലീറ്റ് റെസ്റ്റാണ് പറഞ്ഞേക്കുന്നത്. ആ സ്റ്റിച്ച് പൊട്ടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഇതിപ്പോൾ അവൾക്ക് കൂടി വെച്ച് വിളമ്പി കൊടുക്കേണ്ട ഒരു അവസ്ഥയാണല്ലോ. എനിക്ക് ഒരു വേലക്കാരിയെ കൂടി നോക്കേണ്ട ഒരു അവസ്ഥയാണല്ലോ. ഇത്രയും നാൾ ആൻറ്റിക്ക് അവൾ വെച്ച് വിളമ്പി തന്നില്ല ആൻറ്റി. ഒരു 2 ആഴ്ചത്തെ കാര്യമില്ലല്ലോ. അത് കഴിഞ്ഞാൽ അവൾ തന്നെയല്ലേ എല്ലാ ജോലിയും ചെയ്യാൻ പോകുന്നത് എന്ന് പറയണം. ഞാനേ 2 ആഴ്ച കഴിഞ്ഞിട്ട് അവളെ ഇവിടെ നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ അവളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കാനാണ് തീരുമാനിച്ചേക്കുന്നത് എന്ന് പറയുമ്പോൾ വൈജ പറയുമ്പോൾ മനു പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ആൻറ്റി ഒരൊറ്റ ഫോൺ കോൾ ചെയ്താൽ മതി. അവളെ പറഞ്ഞയക്കാൻ പോവുകയാണെന്നുള്ള ഒരു കാര്യം എന്നെ അറിയിച്ചാൽ മതി എന്ന് അറിയിച്ചു കഴിഞ്ഞാൽ എന്ന് ചോദിക്കുകയാണെ. അറിയിച്ചു കഴിഞ്ഞാൽ ആ നിമിഷം ഞാൻ വന്ന് അവളെ ഞാൻ കൊണ്ടുപോയിക്കോളാം. നീ കൊണ്ടുപോയിക്കോളാമെന്ന്? നീ എങ്ങോട്ട് കൊണ്ടുപോയിക്കോളാമെന്ന്? നീ എന്താ മനു ഈ പറയുന്നത്? ഒരു വേലക്കാരി പെണ്ണിന് വേണ്ടിയിട്ടാണോ നിങ്ങളിങ്ങനെ വാദിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താ നിൻ്റെ ഉദ്ദേശം എന്നൊക്കെ ചോദിക്കുമ്പോൾ കൂടുതൽ ഉദ്ദേശങ്ങളൊന്നും ആൻറ്റി അന്വേഷിക്കേണ്ട. ആൻറ്റിക്ക് അവളെ വേണോ വേണ്ടയോ അത് മാത്രം ആൻറ്റി നോക്കിയാൽ മതി. ആൻറ്റിക്ക് അവളെ വേണമെങ്കിൽ ആൻറ്റി അവളെ ഇവിടെ നിർത്തിക്കോ, വേണ്ട എങ്കിൽ അവളെ പറഞ്ഞയച്ചേക്ക്. പറഞ്ഞയക്കുമ്പോൾ എന്നെ ഒന്ന് അറിയിച്ചാൽ മാത്രം മതി. അത് മാത്രമേ ഞാൻ ആൻറ്റിയോട് പറയുന്നുള്ളൂ. അപ്പോൾ ഞാൻ അവളെ വന്ന് കൂട്ടിക്കൊണ്ട് പോയിക്കോളാം. ആൻറ്റി വേറെ ഒരു കാര്യങ്ങളും അന്വേഷിക്കേണ്ട എന്ന് പറയണം. നിങ്ങളൊക്കെ എന്തിനാ അവളെ തലയിൽ കയറ്റി വെച്ചേക്കുന്നത് എന്ന് പറയുമ്പോൾ ഞങ്ങളല്ല. അപ്പോൾ മനു പറയുന്നുണ്ട്, എൻ്റെ മുത്തശ്ശൻ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതാണ്. മുത്തശ്ശൻ ഒന്നും കാണാതെ അവളെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കില്ല. അവൾക്ക് ഒരു ഹോം നേഴ്സിൻ്റെ ജോലിയാണ് മുത്തശ്ശൻ ഏൽപ്പിച്ചു കൊടുത്തേക്കുന്നത്. പക്ഷേ അവളെ കൊണ്ട് വീട്ടുവേലക്കാരിയായിട്ടാണ് ആൻറ്റി പണിയെടുപ്പിക്കുന്നത്. പിന്നെ അവളെ ഇവിടുന്ന് പറഞ്ഞയക്കുകയാണെങ്കിൽ അവൾക്ക് നല്ലൊരു ജോലി വാങ്ങിക്കൊടുത്ത് എൻ്റെ കണ്ണെത്തും ദൂരത്ത്, എൻ്റെ കൈയെത്തും ദൂരത്ത് തന്നെ അവളെ നിർത്തണമെന്ന് മുത്തശ്ശൻ എന്നെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറയണം. ആ സമയം ബാലചന്ദ്രൻ അവിടുന്ന് പറയുന്നുണ്ട്, നിൻ്റെ മുത്തശ്ശനല്ലേ മനു, മുത്തശ്ശൻ ഒന്നും കാണാതെ അങ്ങനെ ഒരാളെ ഏൽപ്പിച്ചൊന്നും കൊടുക്കത്തില്ല. മുത്തശ്ശനെ കാഞ്ഞ ബുദ്ധിയാണ് എന്ന് പറയുമ്പോൾ അപ്പോൾ വൈജ ദേഷ്യപ്പെടുന്നുണ്ട്. എൻ്റെ അച്ഛനെ കുറിച്ച് എങ്ങനെ വെറുതെ പറയുന്നു വേണ്ട. അച്ഛൻ എന്ത് കണ്ടിട്ട് അവളെ ഏറ്റെടുത്തു എന്നാണ് ബാലചന്ദ്രൻ പറയുന്നത്. എനിക്കറിയില്ല അച്ഛൻ എന്ത് കണ്ടിട്ടാണ് ഏറ്റെടുത്തതെന്ന്. ആരുടെ തെറ്റുകൊണ്ടാണ് അച്ഛൻ അവളെ ഏറ്റെടുത്തതെന്നൊന്നും എനിക്കറിയത്തില്ല. അച്ഛനാണോ തെറ്റ് ചെയ്തത്, മകളാണോ തെറ്റ് ചെയ്തതെന്നൊന്നും എനിക്കറിയത്തില്ല എന്ന് പറയുമ്പോൾ വൈജ ആകെ അങ്കലാപ്പിലായി പോവാണ്, ആകെ പെട്ടുപോകട്ടോ. പറയണ്ടായിരുന്നു എന്നായി പോവാണ്. എപ്പോഴും സംസാരിക്കുമ്പോൾ ബാലചന്ദ്രൻ ഇങ്ങനെ മുള്ളും മുനയും വെച്ചാണല്ലോ സംസാരിക്കുന്നത്. അപ്പോൾ മനു പറയുന്നുണ്ട്, ഇനി നിങ്ങൾ വഴക്കടിക്കാൻ നിൽക്കണ്ട, ഞാൻ ഇത്രയേ പറയുന്നുള്ളൂ. ആൻറ്റിക്ക് അവളെ വേണ്ടാന്നുണ്ടെങ്കിൽ ആൻറ്റി എന്നെ അറിയിച്ചാൽ മതി എന്ന് പറയണം. അപ്പോൾ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യും, ഞാൻ പോവുകയാണെന്നും പറഞ്ഞിട്ട് വൈജ അവിടെ നിന്ന് പിന്നെ ബാങ്കിലേക്ക് പോകുന്നുണ്ട്. അതിനുശേഷം മനുവും ബാലചന്ദ്രനും കൂടി ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ മനുവിനോട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, മനു എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനൊക്കെ ഉണ്ട്, പക്ഷേ അതിനൊരു വ്യക്തത വരട്ടെ, അതിന് ശേഷം മാത്രം നിന്നോട് ഞാൻ സംസാരിക്കുന്നുണ്ട് എന്ന് പറയണം. അപ്പോൾ എന്താ എന്നുള്ള ഇതിലിങ്ങനെ നോക്കുമ്പോൾ പറയാം, ഞാൻ കുറച്ച് സമയമാവട്ടെ, കുറച്ച് കാര്യങ്ങൾ എനിക്ക് അറിയേണ്ടതുണ്ട് എന്ന് അലീനയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ പറയാണ്. കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ എന്തൊക്കെയോ നിഗൂഢതകളുണ്ട്, അതൊക്കെ ഒന്ന് കണ്ടെത്താനുണ്ട്, ഒന്ന് തെളിഞ്ഞു വരാനുണ്ട് എന്നിങ്ങനെ പറയാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നാളത്തെ എപ്പിസോഡിൽ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ എന്തെങ്കിലുമൊക്കെ സീനുകൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചേഞ്ച് ആവാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് രണ്ടാമത് പറഞ്ഞത് ആദ്യമൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ചില സീനുകൾ മിസ്സാവാനും ചിലത് ആഡ് ആവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ജസ്റ്റ് നമ്മുടെ പ്രൊമോ കണ്ടിട്ട് അതിൻ്റെ ഒരു സ്റ്റോറി ബേസിൽ പറയുന്നതാണ്, ഒരു സ്റ്റോറി ലൈനായിട്ട് പറയുന്നതാണ്. പിന്നെ നോവലിനെ ബേസ് ചെയ്തുകൊണ്ട് ഏകദേശം സംഭവിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നത് കൊണ്ട്, അപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ വായിച്ച നോവലില്ല, അപ്പോൾ അതിൻ്റെയൊക്കെ പോരായ്മകൾ ഉണ്ടാകും ഈ സ്റ്റോറി പറയുമ്പോൾ. അപ്പോൾ എന്താണെങ്കിലും എല്ലാവരും ഒന്ന് ക്ഷമിക്കുക, എന്തെങ്കിലും തെറ്റുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.